പെണ്ണായി ചമഞ്ഞൊരുങ്ങും ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നാട്ടിലേക്ക് തിരിച്ചെത്താമെന്ന് അമ്മയോടും മക്കളോടും യാത്ര പറഞ്ഞ് പുറപ്പെട്ട രഞ്ജിത 12 ദിവസം കഴിഞ്ഞ് ചേതനയേറ്റ ശരീരവുമായി ആ പണി പൂർത്തിയാക്കാത്ത ആ വീട്ടിലേക്ക് എത്തി. എന്ത് സങ്കടം തരുന്ന ഒരു വാർത്തയാണ്. അഹമ്മദാബാദിലുണ്ടായ പ്ലെയിൻ അപകടത്തിൽ മരണപ്പെട്ട ഒരേ ഒരു മലയാളിയാണ് രഞ്ജിത ഗോപകുമാർ, പത്തനംതിട്ടയിലുള്ള പുല്ലാട് സ്വദേശി. വളരെ വിഷമത്തോടു കൂടിയാണ് ഓരോ മലയാളികളും ഈ ഒരു വാർത്ത കേട്ടതും. ഈ വിമാന അപകടം ഉണ്ടായി 12 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന രഞ്ജിതയുടെ മൃതശരീരം അവരുടെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തത്. ആദ്യം സഹോദരന്റെ DNA ചേർത്ത് വെച്ച് നോക്കിയെങ്കിലും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തതിനെ തുടർന്ന് അമ്മയുടെ രക്തസാമ്പിളുകൾ വെച്ച് പരിശോധിക്കുകയായിരുന്നു. ഒടുവിൽ അത് രഞ്ജിതയെന്ന് തിരിച്ചറിയുകയും അതിനെ തുടർന്ന് ഇന്ന് രഞ്ജിതയുടെ മൃതശരീരം നാട്ടിലെത്തിക്കുകയുമായിരുന്നു. ഇപ്പോഴിതാ രഞ്ജിത പഠിച്ച ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളില് പൊതുദർശനം വെക്കും. അത് കഴിഞ്ഞതിന് ശേഷം രഞ്ജിതയുടെ ആഗ്രഹമായി പണി കഴിപ്പിച്ച ആ ഒരു വീട്ടിലേക്ക് ആ ഒരു ചേതനയേറ്റ ശരീരം അവിടെ കൊണ്ടുവയ്ക്കും. അമ്മയുടെയും മക്കളുടെയും ആഗ്രഹമാണ് അവിടെ അമ്മയെ കിടത്തണമെന്നുള്ളത്. ഈ രഞ്ജിത കഷ്ടപ്പെട്ടതും ഈ ഒരു വീടിന് വേണ്ടിയാണ്. സ്വന്തമായ ഒരു വീട്, ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ നിന്നും നല്ലൊരു വീട്ടിലേക്ക് മാറണമെന്നുള്ള ഒരു ചിന്ത തന്നെയാണ് രഞ്ജിതയെ ഈ ഒരു വീട് പണിയുവാനായിട്ട് ചിന്തിപ്പിച്ചത്. അങ്ങനെ ഈ വീടിന്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ മാസം 28-ാം തീയതി പാല് കാച്ചിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും പുറപ്പെട്ടതാണ്. ഞാൻ ഓണത്തിന് വരാം, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ ആ വീട്ടിൽ താമസിക്കാം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഇറങ്ങിപ്പോയ ഒരു പെൺകുട്ടിയാണ്. എന്തൊക്കെ പ്രതീക്ഷകൾ കൊണ്ടാണ് ആ ഒരു പെൺകുട്ടി യാത്രയായത്. എന്നാൽ ഒടുവിൽ അത് മരണത്തിന് കീഴടങ്ങേണ്ടതായിട്ട് വന്നു. വളരെ വിഷമം തരുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ ഒരു വാർത്തക്കിടയിലും ചില കമന്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഒരാൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, സഹോദരന്റെ DNA എന്തുകൊണ്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ DNA മാച്ച് ആയില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു സംശയം എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് പറയേണ്ട ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ ഈ പറയുന്ന പെൺകുട്ടിയുടെ ശരീരം ഏതാണ്ട് അങ്ങ് ചാര രീതിയിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചില DNA അല്ലെങ്കിൽ ചില ആളുടെ സാമ്പിളുകളുമായിട്ട് അതങ്ങോട്ട് കൂട്ടി യോജിക്കാനായിട്ട് പറ്റത്തില്ല. അത് സഹോദരന്റെ ആയിക്കോട്ടെ, ആ സഹോദരികളുടെ ആയിക്കോട്ടെ, അതങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ സാമ്പിളുമായിട്ട് വെച്ച് നോക്കിയത്. അപ്പോഴത് കറക്റ്റായിട്ട് മാച്ചായി കിട്ടി. അതാണ് ഇവിടെ എനിക്കത് പറയാനുള്ളത്. പലർക്കും അതൊരു ഡൗട്ടായിട്ട് തോന്നുന്നുണ്ട്, പലരും അത് കമന്റ് രൂപേണ അറിയിക്കുന്നുമുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും ഒരു ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന രഞ്ജിതയുടെ ഭർത്താവായിട്ടുള്ള ആ മിലിറ്ററിക്കാരൻ അവര് ഡൈവോഴ്സ് ആയതാണ്. എങ്കിലും ഈ പറയുന്ന രഞ്ജിതയെ ഒരു നോക്ക് കാണാനായിട്ട് എത്തുമോ എന്നുള്ളൊരു ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. ഈ പറയുന്ന രഞ്ജിതയുടെ 2 മക്കൾ, അവ മക്കളെ ഒന്ന് ഏറ്റെടുക്കാനായിട്ട് ഈ അപ്പൻ എത്തുമോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ഉന്നയിക്കുന്നു. അപ്പോൾ പലരും പറയുന്നു ഇദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ പൈസ അടിച്ചു മാറ്റാനായിട്ട് എത്തുന്നതാണെന്നും പലരും ഒക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന രഞ്ജിതയുടെ അമ്മ ഒരു ക്യാൻസർ രോഗിയാണ്. അതോടൊപ്പം തന്നെ സഹോദരങ്ങൾക്കും ഒരു പരിധിയുണ്ട്. ഈ മക്കൾക്ക് ഈ പറയുന്ന ഒരാണും ഒരു പെൺകൊച്ചുമാണ് ഉള്ളത്. അപ്പൊ ഇതുങ്ങൾക്ക് തുണയായിട്ട് ഈ പറയുന്ന അവരുടെ അച്ഛൻ ഇവരെ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ നല്ല കാര്യമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന ഭർത്താവ് മുഴു കുടിയനാണ് എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്. എന്നാൽ അദ്ദേഹം ഈ കുടിയൊക്കെ നിർത്തി സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ അങ്ങനെ മുന്നോട്ട് വരികയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു തുണയായിട്ട്, ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു സംരക്ഷണമായിട്ട് അദ്ദേഹം കൂടെ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ അദ്ദേഹം കുടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നമുക്ക് വേണ്ടെന്നേ നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ അങ്ങനെ കുടിയൊക്കെ നിർത്തി ഈ പിള്ളേരെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് മുമ്പോട്ട് വരികയാണെങ്കിൽ, ഈ കുട്ടികൾക്ക് നല്ലൊരു സംരക്ഷണം തന്നെയായി മുമ്പോട്ട് വരികയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായും കമന്റ് ചെയ്യുക. പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ അത് തെറ്റിപ്പോയി കേട്ടോ. പല കാര്യങ്ങളും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴിക്ക് അത് വായുടെ ഒരു എന്താ പറയുക, നാക്ക് ഇങ്ങനെ ടടിക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് പറ്റിപ്പോയ ഒരു സംഭവമാണ്. ഞാൻ 9300 എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എടുത്തിട്ട് തന്നെ ഒന്ന് പൊങ്കാല ഇടുകയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് 9300 എന്ന് തന്നെയാണ്. ഓക്കെ, അത് പറഞ്ഞപ്പോൾ അങ്ങനെ ആയി പോയതാണ്. എല്ലാവരും എന്നെ ജൂനിയർ ശിവൻകുട്ടി എന്നോ ചേട്ടൻ ശിവൻകുട്ടിയുടെ ചേട്ടൻ എന്നോ ഒക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കുന്നുണ്ട്. കളിയാക്കിക്ക് കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ തെറ്റുകളൊക്കെ പറ്റുമല്ലോ. അതിന് തന്നെ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 32 പല്ലിനിടയിൽ ഒരു നാക്ക് എന്ന് ആണ് പറയുന്നത്. ഞാനൊരു സർക്കാസം രൂപത്തിലാണ് അവിടെ 32 നാക്കിനിടയിൽ ഒരു പല്ലെന്ന് ഇട്ടേക്കുന്നത്. പക്ഷെ അതിനും ആൾക്കാർ വന്നിട്ട് കമന്റ് ഇട്ട് കളിയാക്കുകയാണ്. കളിയാക്കുന്നവർ കളിയാക്കിക്കോ, മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിക്കോ. എന്തായാലും ഒരു വിവരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് തന്നെ ചില വാക്കുകളൊക്കെ നമ്മുടെ വായിൽ നിന്ന് എന്താ പറയാ സംസാരിക്കുന്ന സമയത്ത് തെറ്റിപ്പോകാം, സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നോട് ക്ഷമിച്ച് മാപ്പാക്കണമേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും മസ്റ്റായും കമന്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും